അതായത് 1.5 വയസ്സുള്ള വിയാൻ എന്ന് പറയുന്ന കുട്ടിയെ സ്വന്തം അമ്മയും കാമുകനും ചേർന്ന് ഗൂഢാലോചന നടത്തി ആ കുട്ടിയെ കൊലപ്പെടുത്തിയ കേസായിരുന്നു. വളരെ ഈ കേസ് ഈ കോടതിയിൽ വിചാരണ തുടങ്ങിയത് ഓഗസ്റ്റ് മാസമായിരുന്നു. ഇന്നാണ് ഇതിൻ്റെ ഫൈനൽ വിധി. ഫൗണ്ട് ഗിൽറ്റി 19-ാം തീയതി കോടതി കണ്ടു. ഇന്നാണ് അതിൽ വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ ഫൈനുമാണ് കോടതി വിധിച്ചിട്ടുള്ളത്. ആ 1 ലക്ഷം രൂപ ഈ ശരണയുടെ, അതായത് 1-ാം പ്രതിയുടെ ഭർത്താവ് പ്രണവിന് കൊടുക്കാനാണ് കോടതി വിധിയിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. അത് ഈ വിധിന്യായം പരിശോധിച്ചിട്ട് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം റയറസ്റ്റ് ഓഫ് ദ റയർ കേസാണ്. ഡെത്ത് സെന്റൻസ് കൊടുക്കണമെന്നാണ് നമ്മൾ കോടതിയിൽ വാദിച്ചിട്ടുള്ളത്. കോടതി വിധി ഏതായാലും അംഗീകരിക്കും. ഈ സുഹൃത്തിൻ്റെ റോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോടതി നടത്തിയ നിരീക്ഷണങ്ങളോട് എങ്ങനെയാണ് അതായത് ഈ കേസ് 302, 120B, 109, അതായത് പ്രേരണയും അതുപോലെ തന്നെ ഗൂഢാലോചനയും കൊലപാതകവുമാണ് ഈ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ചാർജ് ഷീറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ 120B ഗൂഢാലോചനയും അതുപോലെ പ്രേരണ കുറ്റവും തെളിയിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ഒരുപാട് പരാമർശങ്ങൾ കോടതി ഇതിനകത്ത് വരികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് അല്ലെ, അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ട്. കോടതി വിധിന്യായത്തിൽ തന്നെ ഫസ്റ്റ് പേജിൽ തന്നെ മധുസൂദനൻ നായരുടെ കവിത ഉദ്ധരിച്ചുകൊണ്ടാണ് സാർ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പേ മറ്റൊരു കേസിലും സാർ അത്തരത്തിലുള്ള കവിത ഇതാക്കിക്കൊണ്ട് തന്നെയാണ് വിധി പ്രസ്താവിച്ചിട്ടുള്ളത്.